കേരളത്തിന്റെ മനസാക്ഷി ഇതുപോലെ ചർച്ച ചെയ്ത മറ്റൊരു കേസ്, മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ച സംശയമാണ്. കാരണം ഈ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിലും വന്നത് ഈ രീതിയിലായിരുന്നു. കാരണം ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ഉത്തരേന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയത്താണ് ആരും പ്രതീക്ഷിക്കാതെ കേരളത്തിൽ സമാനമായൊരു സംഭവം ഉണ്ടായത്. എന്തായിരുന്നു, എപ്പോഴായിരുന്നു ആ സംഭവം നടന്നത്, അതിന്റെ നാൾവഴികൾ എന്താണ് ആ കേസിന്റെ, അത് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. 2018 ഫെബ്രുവരി 22 മധുവിനെ ആൾക്കൂട്ടം ആക്രമണത്തിന് വിധേയമാക്കുന്നത്. നമുക്കറിയാം മധുവിന്റെ അന്നത്തെ ഫോട്ടോ, അത് നിഷ്കളങ്കനായി നിൽക്കുന്ന ഒരു ഫോട്ടോ, അത് സമൂഹ മാധ്യമങ്ങളിലും പിന്നീട് മാധ്യമങ്ങളിലെല്ലാം തന്നെ ഏറ്റെടുത്തൊരു ഫോട്ടോ ആയിരുന്നു. എന്തായാലും 2018 ഫെബ്രുവരി 22 ആൾക്കൂട്ടം വിചാരണ ചെയ്ത് മധുവിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ആ സംഭവം ഉണ്ടായത്. ഭക്ഷണം മോഷ്ടിച്ചു എന്ന കുറ്റം ആരോപിച്ചായിരുന്നു ആ ആക്രമണം. മധുവിനെ കാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുവരുന്നു, പിന്നീട് അത് നാട്ടിലേക്ക് കൊണ്ടുവന്ന് നാട്ടിൽ നടത്തിയ ഒരു വിചാരണ, അത് ആൾക്കൂട്ട വിചാരണയായിരുന്നു. അതിന് പിന്നാലെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതാണ് ആ സംഭവം. അതാണ് പിന്നീട് കേസായി മാറുകയും ചെയ്തത്. തീർച്ചയായും ആ ഒരു ഫോട്ടോ തന്നെയാണ് ഏറെ നിസ്സഹായനായി നിൽക്കുന്ന ആ ഒരു ചിത്രം ഏറെ സങ്കടത്തോടു കൂടിയാണ് കേരള മനസാക്ഷി തന്നെ ഏറ്റെടുത്തത്. 2018 ഫെബ്രുവരി 23 ഈ വിഷയത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. കാരണം അങ്ങനെ ഒരു സംഭവമാണ് നടന്നത്. ആൾക്കൂട്ട വിചാരണ നടത്തി ആദിവാസിയായ മധു കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ഇരമ്പുന്ന കാഴ്ചകൾ പിന്നീട് നമ്മൾ കണ്ടു. കേരളം നാണിച്ച് തലതാഴ്ത്തിയ സംഭവത്തിൽ കേസെടുത്ത പോലീസ് അതിന് പിന്നാലെ 16 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇനി ആ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് പിന്നീട് മുന്നോട്ട് നടന്ന കാര്യങ്ങൾ എന്ന് കൂടി നോക്കാം. 2018 മെയ് 20 കേസിൽ പോലീസ് ഒരു കുറ്റപത്രം സമർപ്പിച്ചു. 16 പേരെയാണ് ആ പ്രതിപട്ടികയിൽ അന്ന് ഉൾപ്പെടുത്തിയിരുന്നത്. ഒന്നാം പ്രതി ഹുസൈന്റെ ചവിട്ടേറ്റ് മധു കൊല്ലപ്പെട്ടു എന്നാണ് ആ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു, അതിൽ ഒരാളുടെ ചവിട്ടേറ്റ്, അത് ഹുസൈൻ എന്നയാളാണ്, അയാളുടെ ചവിട്ടേറ്റാണ് മധു മരിച്ചത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് എന്നായിരുന്നു ആ കുറ്റപത്രത്തിൽ പോലീസ് പറഞ്ഞത്. എന്നാൽ 2018 മെയ് 31 ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് വരികയാണ്. അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടും പ്രതികളൊക്കെ പിടിയിലായിട്ടും എന്തുകൊണ്ട് അവർക്ക് ജാമ്യം അനുവദിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ അന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ തെളിവുകളുടെയൊക്കെ അഭാവമൊക്കെ അന്ന് വലിയ ചർച്ചയായതാണ്. 2019 മുതൽ 2021 വരെ ഈ കേസിൽ പ്രോസിക്യൂട്ടർ നിയമനത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന കാഴ്ച പിന്നീട് കണ്ടു. അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ ഇടയാക്കിയതുമാണ്. ഇതോടെ വിചാരണ വൈകുന്ന സംഭവം പിന്നീട് നമ്മൾ കാണുകയായി. പ്രോസിക്യൂട്ടർ നിയമനം വൈകുന്നതിൽ കേരളത്തിൽ രാഷ്ട്രീയ വിവാദം ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം നിറഞ്ഞൊരു കാഴ്ച പിന്നീട് നമ്മൾ കാണുകയും ചെയ്തു. പിന്നീട് കേസിലെ വിചാരണ നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ 2022 ഏപ്രിൽ 28 ഈ വിചാരണ നടപടികൾ ആരംഭിക്കുകയാണ്. മണ്ണാർക്കാട് പ്രത്യേക SC/ST കോടതിയിലായിരുന്നു ഈ വിചാരണ നടപടികൾ തുടങ്ങിയത്. വിചാരണ നടന്ന 2022 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്ത് സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറുന്നു. അതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായി പറയുന്നത്. കാരണം നേരത്തെ നൽകിയ മൊഴിയല്ല, പിന്നീട് സാക്ഷികൾ അത് തിരുത്തുന്നു. അങ്ങനെ ആ സാക്ഷികളുടെ കൂറുമാറ്റം, കൂട്ടത്തോടെ കൂറുമാറുന്നതിനാണ് കേരളം പിന്നീട് സാക്ഷ്യം വഹിച്ചത്. 127 സാക്ഷികളിൽ 24 പേർ പ്രതികൾക്ക് അനുകൂലമായി മൊഴി മാറ്റുകയായിരുന്നു എന്നതൊരു ശ്രദ്ധയോടെ കാണണം. ഇതോടെ കേസ് അട്ടിമറിക്കപ്പെടുകയാണ് എന്ന് പോലും നമ്മൾ സംശയിക്കപ്പെട്ടു. പിന്നീട് ഈ വിചാരണ നടപടികൾക്ക് ശേഷം 2023 ഏപ്രിൽ 4 വിധി പ്രസ്താവിക്കുന്നു. 16 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയത്. 2 പ്രതികളെ കോടതി വെറുതെ വിടുകയും ചെയ്തു. 2023 ഏപ്രിൽ 5 കോടതി ശിക്ഷാവിധി പ്രഖ്യാപിച്ചു. അതാണ് പിന്നീട് നമ്മൾ കണ്ടത്. 2023 ഏപ്രിൽ 5 തീയതി. 13 പ്രതികൾക്ക് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് 7 വർഷം കഠിന തടവും പിഴയുമായിരുന്നു അന്ന് കോടതി ശിക്ഷ വിധിച്ചത്. 16 പ്രതിക്ക് ചെറിയ തടവ് ശിക്ഷയും പിഴയും മാത്രമാണ് വിധിച്ചത്. 2026 മെയ് 25, അതായത് ഇന്ന് അപ്പീലുകളിൽ ഹൈക്കോടതി വിധി പ്രസ്താവിച്ച ദിവസമാണ്. ഒന്നാം പ്രതിയെ വെറുതെ വിട്ട കോടതി മറ്റു പ്രതികൾക്ക് വിചാരണ കോടതി വിധിച്ച ശിക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു, ശരിവെക്കുകയും ചെയ്തു. കേസിൽ 12 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത്. 16 പ്രതി മുനീറിന് 1 വർഷം തടവ് വിധിച്ചിട്ടുണ്ട്. കേസിൽ 1 പ്രതി മേച്ചറിൽ ഹുസൈനെ വെറുതെ വിട്ടിരുന്നു എന്നതുകൂടി ഈ സമയത്ത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഹുസൈന്റെ ചവിട്ടേറ്റ് മധു കൊല്ലപ്പെട്ടു എന്നതായിരുന്നു പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. ആ 1 പ്രതി ഹുസൈനെയാണ് ഈ കേസിൽ നിന്നും വെറുതെ വിട്ടത് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും മധുവിന്റെ സഹോദരിയുടെയും പ്രോസിക്യൂട്ടറുടെയും ഒക്കെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. ഈ ഹുസൈനെ വെറുതെ വിട്ടതിൽ അത് വലിയൊരു പ്രശ്നമാണ് എന്ന് സഹോദരി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മറ്റുള്ള പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിച്ചതിൽ വലിയ നന്ദിയുണ്ട് എന്നവരുടെ ഒരു പ്രതികരണമൊക്കെ ലഭ്യമായിട്ടുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.